ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുടുംബജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കുടുംബം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. എന്തിനാണ് കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം പറയാൻ വേദപുസ്തകത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ദൈവം കൊടുത്തതാണ് കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കുടുംബജീവിതത്തിൻ്റെ മർമ്മം എന്താണെന്ന് വേദപുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ കാതലായ മർമ്മം എന്നുള്ളത്. കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്ക് നിർവചനങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തകൾക്കും അപ്പുറമായ രീതിയിൽ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. ധാരാളം നിർവചനങ്ങൾ പറയാനുണ്ട്. ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ ഇങ്ങനെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫാമിലി ഈസ് ദി ഗ്ലോറിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മഹത്വകരമായ ഒരു പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബജീവിതമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏദനിൽ ആദം ഹവ്വ ദമ്പതികളെ കുടുംബമാക്കി ചേർത്തത് ഏദനിന് കിഴക്കുള്ള തോട്ടത്തിൽ അവരെ അതിൻ്റെ കാവൽക്കാരായിട്ടാണ് ദൈവം അവരെ ആക്കുന്നത്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ മർമ്മങ്ങളെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് കുടുംബജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറയുമ്പോൾ കുടുംബജീവിതം ഒരു അനേക അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. ഫാമിലി ലൈഫ് ഈസ് ദി സെൻറ്റർ ഓഫ് ലവ്, കെയർ, സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹത്തിൻ്റെ ഒരു ഉറവിടമാണ് കുടുംബജീവിതം എന്നുള്ളത്. നമുക്ക് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 13-ാം അധ്യായത്തിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണെന്ന് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിൽ കുടുംബത്തിലെ മക്കളുമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ ഒരു ഐക്യത ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം അന്വർത്ഥമാകുന്നത്. രണ്ടാമതായി കെയർ. കുടുംബജീവിതത്തിൽ എപ്പോഴും ഒരു കരുതലുണ്ടാകണം. ദൈവം നമ്മെ കരുതുന്നത് പോലെ പരസ്പരം ഭാര്യ-ഭർത്താക്കന്മാർ തമ്മിലും മക്കളോടൊക്കെ ഉള്ള ഒരു ബന്ധത്തിൽ എപ്പോഴും കരുതലിൻ്റെ ഒരു സുവിശേഷം എപ്പോഴും ഉണ്ടാകണം. മറ്റൊന്ന്, ഒരു കുടുംബത്തിൽ ഭാര്യയോ ഭർത്താവോ അല്പം വീഴ്ചകൾ വരുമ്പോൾ അവരെ ശക്തിപ്പെടുത്തുന്നത്, ധൈര്യപ്പെടുത്തുന്നത്, അവരൊരുമിച്ച് പരസ്പരം ധൈര്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമയാണ്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ കൂട്ടായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമതായി നമുക്ക് സപ്പോർട്ടുണ്ടാകണം. ഒരുപക്ഷെ ഒരാൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ അവരെ താങ്ങി നിർത്തുന്ന ഒരു ഉറവിടമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് കുടുംബജീവിതം. അതുകൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് പരസ്പരം ശക്തീകരിക്കുവാനും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ദൈവമാണ് കുടുംബത്തിൻ്റെ നാഥൻ. അതുകൊണ്ട് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നമ്മളെപ്പോഴും ദൈവം എത്ര നാൾ ഭൂമിയിൽ കുടുംബമായി ആക്കി വയ്ക്കുന്നു ആ സമയം വരെ പരസ്പര വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ, കൽപ്പനകളെ അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു നല്ല കുടുംബജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. നമ്മളെ ഓരോരുത്തരെയും ലോകം നോക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വീഴ്ച വരാതിരിക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ദൈവത്തോട്, നമ്മുടെ കുടുംബത്തിന് നാഥനായിരിക്കുന്ന ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ച് കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അതനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുടുംബജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ആ കുടുംബത്തെ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടെ ജീവിതാവസാനം വരെ കാക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ് എന്നുള്ള വലിയ ആഹ്വാനം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.